എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. വിഷുവിന് 2-3 ദിവസം മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ വല്യമ്മേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. മാമനും അമ്മായിയെല്ലാം ഇല്ല വീട്, അതായത് അമ്മേൻ്റെ അമ്മമ്മ എന്ന് പറയും. നമ്മളിവിടെ വല്യമ്മ എന്നാട്ടോ പറയുന്നത്. അടുത്ത കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പും കൂടി ചെയ്തേക്കാം കേട്ടോ. ഒരു ദിവസം രാത്രിയായിട്ട് നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ടായത്. മാഷേട്ടൻ നമ്മളെ കൊണ്ടാക്കിയിട്ട് പോയിട്ടാണ്. ഞാനൊക്കെ ഇങ്ങനെയും കുഞ്ഞാറ്റി ഇവിടെ ഉണ്ട്. അങ്ങനെ ഇതാ പിറ്റേന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കണം എന്നൊന്നും വിചാരിച്ചിട്ടേ ഉണ്ടായിട്ടാട്ടാ. പക്ഷേ ഇവിടെ എത്തുമ്പോഴത്തേക്ക് വല്യമ്മക്കെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ വീഡിയോ എടുക്കുക, വീഡിയോയിൽ കാണിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം. അതേപോലെ മാമനും അമ്മായിക്കും എല്ലാവർക്കും ഭയങ്കര ഉഷാറാണ്. അപ്പോൾ എനിക്ക് തോന്നി എല്ലാം കൂടിയിട്ട് ഒരു വീഡിയോ ചെയ്തേക്കാന്ന് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായത്. അവരെണീച്ചിട്ട് അമ്മായി നേരെ അടുക്കളയിൽ കയറിയിട്ട് ദോശൻ്റെ അരപ്പും കാര്യങ്ങളും എനിക്ക് സെറ്റാക്കി തന്നു. അപ്പോൾ ഞാനത് പുറത്തെ അടുക്കളയിൽ അത് വിറകടുപ്പിൽ കൊണ്ടിട്ട് ഞാൻ ദോശയെല്ലാം ചുട്ട് വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും വെല്ലും അടിച്ചിട്ട് മിറ്റത്തെല്ലാം അടിച്ചിട്ട് അവിടെ കുറേ ചെടിയെല്ലുണ്ട്, അതിനെല്ലാം വെള്ളം അടിച്ചു കേട്ടാ. ദോശ ചുട്ട് കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ചോറിൻ്റെ വെള്ളം വെച്ചിട്ട് അരി ഇട്ടു കേട്ടോ വെല്ലുമ്മ. ഇത് കണ്ട ഈ കടച്ചക്കല്, നമ്മളെ ഇവിടുത്തെ കടച്ചക്കല്ലാണ്. ഇത് വലിയ കടച്ചക്കല്ലാണ്. ഇത് എത്രക്കോ ഉണ്ട്. ഇത് നമുക്കൊന്ന് അരക്കാൻ പോലും പറ്റില്ല. അതിൻ്റെ മുകളിൽ കണ്ടോ കോലാണ് കേട്ടോ. ആ കോല് പിടിച്ചിട്ട് ഇങ്ങനെ ആട്ടിയിട്ടാണ് കേട്ടോ അതിൽ അരക്കൽ. ആ കടച്ചക്കല്ലിന് ഒന്നിച്ചല്ല ചിരട്ടയോണ്ടാണ് കേട്ടോ അതിൽ നിന്ന് കോരി എടുക്കലും ചെയ്യൽ, അരപ്പല അരച്ചാൽ. പിന്നെ ഇതൊരു കുഞ്ഞ് അമ്മിക്കല്ലാണ്. വലിയമ്മയിൽ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും അരക്കലുണ്ടെന്ന് പറയലുണ്ട് കേട്ടോ. പിന്നെ അതാ ഈ അടുക്കളേൻ്റെ ഇപ്പുറം സൈഡിലാണെങ്കിൽ ദോശയെല്ലാം ചുടുന്ന സമയത്ത് എണ്ണ തടാൻ എടുക്കുന്ന ഒരു പഴയ പാത്രം കേട്ടോ. അത് കുറേ കൊല്ലം പഴക്കമുണ്ട്, പിന്നെ ചുമ്മണിക്ക് കൂടുണ്ട്. ഇതിൻ്റെ ഇപ്പുറം സൈഡിൽ മുകളിലും താഴെ ഭാഗത്തായിട്ട് നിറച്ച് ചട്ടിയും കലുവാണ് കേട്ടോ. മീൻകറി വെക്കുന്നത്, ചോറ് വെക്കുന്നത്, വെള്ളം വെക്കുന്നത്, ഉപ്പേരി വെക്കുന്നത്, അങ്ങനെ അങ്ങനെ. ഇതിൻ്റെ അടുക്ക് പോയി നമ്മളെല്ലാം പോയി ചായ കുടിച്ച് ദോശ പയറുകറിയെല്ലാം കൂട്ടിയിട്ട് വെല്ലുമ്മി, ഞാനും അമ്മായി, മാമനും കിങ്ങിണിയും കുഞ്ഞാറ്റിയും പാറുമല്ലോ കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിട്ട് ചായലും കുടിച്ച് റെഡി ആയിട്ട് അമ്മായി നേരെ ഷോപ്പിലേക്ക് പോയിട്ടാ. അപ്പോൾ ഈ കുരിയരുടെ ഉള്ളിൽ കണ്ട ഈ ഒരു സാധനം എന്തെന്ന് ആർക്കെങ്കിലും ഒരു പിടുത്തം ഉണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല ഇതെന്തെന്ന് സാധനം എന്ന് കേട്ടാ. വെല്ലുമ്മയോട് ചോദിച്ചിട്ടുണ്ടായി എന്ത് സംഭവം എന്നിട്ടാ. അപ്പോൾ വെല്ലുമ്മ അത് അതിൻ്റെ ഒരു തൈ കാണിച്ചു തന്നു കേട്ടാ. ഈ ഒരു തൈ കണ്ടോ, ഇതിൽ നിറച്ചും പിടിച്ചിട്ടുണ്ട് ആ ഒരു സാധനം. ഇതാ കുറച്ച് ഉണങ്ങിയതും പച്ചയുണ്ട്. നമ്മൾ ആ പറിച്ചിട്ട കുരിയലുള്ളത് ഉണങ്ങിയതും പച്ചയായ സാധനമാണ് കേട്ടോ. ഇത് തോരാന്ന് പറയും കേട്ടോ. തോര എന്നാണ് ഈ സാധനത്തിൻ്റെ പേരിട്ടാ. അപ്പോൾ തോരക്കറി വെക്കുന്ന വീഡിയോസ് ഞാൻ ഇതിന് മുന്നേ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതും കറുത്ത തോരയാണ് നമ്മൾ കറി വെച്ചിട്ടുണ്ടത്. ഇത് കറുത്ത തോരയല്ല, അതേപോലത്തെ വെളുത്ത തോര കണ്ടോ. ഉണങ്ങി കഴിയുമ്പോൾ വെള്ള കളറായിട്ടുണ്ടാവും കേട്ടോ. വെളുത്ത തോരയാന്ന് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച വെല്ലുമാടെ കുറച്ച് പറിച്ച് വെച്ചിട്ടുണ്ടായിനി. ആരും വെച്ചാൽ ഞാനും കുറച്ചെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ വെള്ളത്തോര കറി വെച്ചിട്ട് ഇതുവരെ തിന്നിട്ടുണ്ടായിട്ടാട്ടോ. വെല്ലുമ്മ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്, കറുത്തേനെക്കാട്ടും നല്ല രുചിയാണ് വെള്ളത്തോര കറി വെച്ച് കഴിഞ്ഞാൽ എന്നിട്ടാ. ഇപ്പോൾ ഈ ഒരു വെള്ളത്തോര നമുക്കിവിടെ കാഞ്ഞങ്ങാട് കിട്ടൽ കുറവ് തന്നെയാണ്. കൂടുതലായിട്ടും കിട്ടൽ കറുത്തതാണ് കേട്ടോ. വെല്ലുമ്മ എനിക്ക് ഒരു പാത്രത്തിൽ കൊണ്ടു തന്നിട്ട് ഒരളവിലുണ്ടായിനി. അവർ മുന്നേ പറിച്ചിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായത്, ഉണക്കിയിട്ട് കുറച്ച് കറി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. കാണുമ്പോൾ നമ്മുടെ വെള്ളപ്പയറെല്ലാം ഇല്ലേ അതിൻ്റെ പോലെ തന്നെ ഏകദേശം, പക്ഷെ വെള്ളപ്പയറല്ല, അതിനെക്കാട്ടി ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അവിടുന്ന് നേരെ പിന്നെ പോയത് ബാക്കിലോട്ടാണ് കേട്ടോ. വീടിൻ്റെ പുറകുവശത്തേക്ക് പോയി താഴെ ഭാഗത്ത് അവിടെ നിറച്ച് മുട്ടാമ്പളി പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മുട്ടാമ്പളി ഇഷ്ടം തന്നെയൊന്ന് പോയിട്ട് നമ്മൾ പോയിട്ട് പറിച്ചുകൊണ്ടിരാൻ വേണ്ടിയിട്ട് പോയത്. മുട്ടാമ്പളി മാത്രമല്ല കേട്ടോ, അവിടെ എന്തെല്ലോ ഉണ്ട് സാധനങ്ങളെ കാണിച്ചു തരാം അതെല്ലാം. അങ്ങനെ ഇതാ മുട്ടാമ്പളി പറിച്ചിട്ട് ഇതാ ഒരു കൊട്ടമ്പാളയിൽ ഇട്ടിട്ടുണ്ട്. പാളേനെ ഇതുപോലെ മടയുന്നില്ലേ, തലക്കും വെക്കും പിന്നെ വെള്ളം കോരിത്തവണ്ടെല്ലാം ഉപയോഗിക്കുന്ന പാളനെ കൊട്ടമ്പാളാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ടെല്ലാം പറയില്ലേ. അപ്പോൾ അതിലത്തേക്ക് കുറേ മുട്ടാമ്പളി പറിച്ചിട്ട് നല്ല പഴുത്തതും വന്നിട്ട്. പക്ഷേ എനിക്കെന്തോ മുട്ടാമ്പളി ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കുഞ്ഞാറ്റക്കും ആണെങ്കിലും വാലിട്ട സമയത്തില്ലേ ടേസ്റ്റ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് തുപ്പി കളഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും മുട്ടാമ്പളി. എനിക്കിതില്ലേ അതിൻ്റെ പച്ച കളറിലെ മുട്ടാമ്പളി ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ എനിക്കൊണ്ടിരിക്കുന്നില്ലേ നമ്മൾ, അത് അങ്ങനെ ആക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
ശരിക്കും പറഞ്ഞാൽ ഈ മുട്ടാമ്പിളിയുടെ വില നമുക്ക് അറിയാഞ്ഞിട്ടാണ് കേട്ടോ. നല്ല പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന ആൾക്കാരുണ്ട്. പിന്നെ ശരീരത്തിനെല്ലാം നല്ലതാണെന്ന് കേട്ടോ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നത്. ആടുന്ന മുട്ടാമ്പിളി മറിച്ച് പിന്നെ നേരെ താലോട്ടേക്ക് ഇറങ്ങിയിട്ടാ. വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറേ കൃഷിയും കാര്യങ്ങളിലും ഉണ്ട് കേട്ടോ. ഇവിടുന്ന് താലോട്ട് പോയി കഴിഞ്ഞാൽ തോടാണ്. ഇതൊരു കുഴിഞ്ഞ പോലത്തെ ഒരു സ്ഥലമാണ്. വീടില്ലത് നല്ല എകരത്തിലാണ്. വീടിൻ്റെ ഫ്രണ്ട് വശം റോഡും അതെയാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഇവിടെ കുറേ കൃഷിയാക്കിയിട്ടുണ്ട്. വെണ്ടക്ക ഉണ്ട്, പിന്നെ ബെനീങ്ങ ഉണ്ട്. ബെനീങ്ങ എന്ന് പറഞ്ഞാൽ നമ്മളെ വഴുതനങ്ങ, പിന്നെ കോയക്ക അറിയാലോ, കോയക്ക. ആ സാധനം കോയക്ക നല്ലോണം പിടിച്ചിട്ടുണ്ടായിരുന്നു നാട്ടെ വല്യമ്മ പറഞ്ഞ്. കുറേ പിടിച്ചിട്ട് കൊടുത്തു, പീടികയിൽ കൊണ്ടുപോയിട്ട് വിറ്റിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ നല്ല പൈസ കിട്ടിയെന്ന് പറഞ്ഞു കേട്ടോ വല്യമ്മ. കുറേ പിടിച്ചു, കുറേ കൊടുത്തു എല്ലാവർക്കും. അങ്ങനെ ഇത് വലിയ കോയക്കയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ കോയക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിറച്ചും പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇലയാണ്, മൊത്തത്തിൽ ഇലയാണ്. ഇലയായിട്ട് സത്യം പറഞ്ഞാൽ കോയക്ക ഉള്ളത് കാണുന്നില്ല. തപ്പി പിടിക്കണമെന്നേ ഉള്ളൂ. സംഭവം ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൽ ബാക്കിയുള്ള കോയക്ക നമുക്ക് നാളെ പറിച്ചെടുക്കാം. പിന്നെ അതിൻ്റെ ഇപ്പുറത്തേക്ക് വരികയാണ് കുറേ തെങ്ങും കവുങ്ങും എല്ലാം കൃഷിയാണ്. പിന്നെ താഴോട്ട് പോകണമെങ്കിൽ കവുങ്ങുണ്ട് കുറേ, പഴയ കവുങ്ങാണ്. പിന്നെ തെങ്ങും ഉണ്ട്. ഈ ഒരു കവുങ്ങിൻ്റെ തെയ്യെല്ലാം ഇപ്പം അടുത്ത കാലത്ത് വെച്ചതാണ്. കണ്ടോ, അടയ്ക്കൊന്നും പിടിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇവിടുന്ന് ആ മുകളിലോട്ട് നോക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ. മുൻപ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ ഇവിടെ സ്ഥലമൊന്നും ഉണ്ടായത്. അതായത് നമ്മളെല്ലാം ചെറുപ്പത്തിൽ വരുന്ന സമയത്ത് ഇവിടെയെല്ലാം ഫുള്ള് റബ്ബറാണ് ഉണ്ടായിരുന്നത് കേട്ടോ. എന്താ പറയണ്ടേ, റബ്ബർ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൊത്തണം തോന്നുന്നു, നമുക്ക് നേരെ അറിയില്ല. അങ്ങനെ കൊത്തിയിട്ട് ഇവിടെ ഇപ്പോൾ റബ്ബറിന് പകരം ഇപ്പോൾ വെച്ചിട്ടുള്ളത് കവുങ്ങാണ് കേട്ടോ. കവുങ്ങിൻ്റെ ചെറിയ ചെറിയ തൈകളൊക്കെ വെച്ചിട്ടുള്ളത്. ആയി വരുന്നതേ ഇല്ല, അടയ്ക്കൊന്നും പിടിക്കാനൊന്നും ആയിട്ടാ. ഇപ്പോൾ കവുങ്ങൻ തയ്യെല്ലാം ഇല്ലേൻ്റെ കുറച്ച് താഴെ ഭാഗത്താണ് കേട്ടോ ഇവിടുത്തെ പണ്ടേത്തെ വീടുണ്ടായ ഓട് വെച്ച പണ്ടേത്തെ വീടാണ്. അതിനുശേഷം ഇപ്പം ഈ ഒരു വീട്ടിലേക്ക് വന്നിട്ട് 10 വർഷത്തിനുള്ളിൽ എന്തായാലും ആയി. അപ്പോൾ പിന്നെ അറിയാലോ, അത്ര മാറ്റം ഉണ്ടാവുമല്ലോ. താഴെ സാധാരണ ഓട് വെച്ച വീടും കുറേ മുറ്റമെല്ലാം ഉണ്ടാവും. ചില കാര്യങ്ങളിൽ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഓർമ്മ വരുന്നത് അത് ഇതാ കണ്ടോ, കയ്പക്കയെല്ലാം ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ. കയ്പക്ക കുറേ തീരാനായിന്ന് കേട്ടോ വല്യമ്മ പറയുന്നത്, പിടിച്ച് തീരാനായിന്ന്. അങ്ങനെ ഇതാ വീട്ടിലേക്ക് തന്നെ വന്നു. വല്യമ്മ അപ്പോഴത്തേക്ക് ചക്കക്കുരു എടുത്തിട്ട് ഉലിയുന്നുണ്ട് കേട്ടോ. ചക്കക്കുരു എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കാമല്ലോ വിചാരിച്ചു. അതിൻ്റെ അടുത്ത് തന്നെ വല്യമ്മേരെ തുമ്മാൻ്റെ പാത്രമുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എന്തെല്ലോ പഴയ കഥയെല്ലാം ചോദിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പൊനം കൊത്തിയിട്ട്, പൊനം എന്ന് പറഞ്ഞാൽ വലിയ കാട് കൊത്തി തെളിച്ചിട്ട് അതിൽ നെല്ല്, തോര, ചാമ, തേന, പിന്നെ ഇത് വരവ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. വരവ് എന്ന് പറഞ്ഞിട്ട് അത് നെല്ല് പോലത്തെ ഒരു സാധനം, ഇത്രക്കിലൊരു കതിര് വരുന്നത്. അതും നമ്മ ഭക്ഷിക്കുന്ന സാധനമാണ്. അതിൽ പല ആ നെല്ലിൻ്റെ പേര് ചെന്നല്ല്, മുണ്ടോടൻ, കയമ്മ, പിന്നെ ഇത് പിന്നെ കുറേ നെല്ലിൻ്റെ പേര് എനിക്ക് വിട്ടുകഴിഞ്ഞു. അങ്ങനെ കുറേ നെല്ലെല്ലാം അതിലുണ്ടാക്കുന്നത്. ആ ഉണ്ടാക്കി പിന്നെ അതന്നെ നമുക്ക് ഒരു കൊല്ലത്തെ ചെലവിൻ്റെ വരുമാനം ഇന്ന് കിട്ടി. ശരി, വേറെ പിന്നെ ആടെ തന്നെ ആയി പണി, കള കൊയ്ക്കല്, പിന്നെ എന്തെല്ലാം പണി. ഒരു പോനായാൽ പിന്നെ ആ പെടുത്തുനിന്ന് പിന്നെ വരണ്ട. വല്യമ്മ ഇങ്ങനെ പണ്ടത്തെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയാന്ന് കേട്ടോ. പണ്ടെല്ലാം വലിയ കാട് പോലത്തെ സ്ഥലമായിരുന്നു. ആടെ പിന്നെ കാടെല്ലാം കൊത്തിയിട്ട് കുറേ കൃഷി ഉണ്ടാക്കിയതും നെല്ലും തോരയും അങ്ങനെ കുറേ കഥകൾ. അപ്പോൾ ഇത് കണ്ടോ, നല്ല പഴുത്ത മാങ്ങ കേട്ടോ. 2-3 ടൈപ്പ് മാങ്ങ ഉണ്ട്. ഇത് മാമന് ഇടുന്ന ഇന്നലെ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന പറഞ്ഞിട്ട് വല്യമ്മയും അമ്മായിയും എല്ലാം അവിടെ വെച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പഴുത്ത മാങ്ങ വെച്ചിട്ട് നമ്മളെന്തായാലും ഈ വർഷം മാങ്ങ പച്ചടി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വല്യമ്മ നമുക്ക് കുറച്ച് മാങ്ങ പച്ചടി ഉണ്ടാക്കിയാലോ വിചാരിച്ചു. വല്യമ്മയാണെങ്കിൽ ഒരു ഉപ്പേരി ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ട് സെറ്റാക്കി എടുക്കുക കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളെ കയ്പക്ക വല്യമ്മ രാവിലെ പോയിട്ട് കുറച്ച് കയ്പക്ക അതിൽ നിന്ന് പറിച്ചിട്ടുണ്ടായിന് കേട്ടോ. ഇത് സംഭവം പിടിച്ചിട്ട് കഴിയാനായി. അപ്പോൾ ഉണ്ടാകുന്ന ആ ചെറിയ ചെറിയ കയ്പക്കയില്ലേ, അതാണ്. എന്നാലും നല്ല കയ്പക്ക തന്നെയാണ്. വല്യമ്മ അതെല്ലാം നോക്കി അതിൻ്റെ ഇടയ്ക്ക് മുറിക്കുന്നുണ്ട്. ഞാൻ പോയിട്ട് എന്താക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാങ്ങയെല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ഞാൻ മാങ്ങ പച്ചിട്ട് ഒരു ഷോർട്സ് വീഡിയോ ഇട്ട സമയത്ത് എല്ലാവരും ചോദിച്ചിട്ട് വീട് മാറിയോ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് ഇവിടുത്തെ വീഡിയോസ് അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നിട്ട് ഇവിടുത്തെ വീഡിയോസെല്ലാം ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ അടുക്കള വേറെ തന്നെയാണ്. നമ്മൾ വിറകടുപ്പും വിറക് വെക്കുന്ന സ്ഥലവും അതെല്ലാം വേറെ തന്നെയാണ് കേട്ടോ. വീട്ടിൻ്റെ ഉള്ളിൽ അടുപ്പില്ല, പുറത്ത് സൈഡിൽ വേറെ തന്നെ അതിനുള്ള സ്ഥലം സൗകര്യങ്ങളാട്ടോ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ ഇതാ ഞാൻ മാങ്ങ പച്ചടിക്കില്ലേ മാങ്ങയെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് വല്യമ്മയുടെ കയ്പക്ക മുറിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് ഇരുന്നിട്ട് മാങ്ങേൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കുകയാട്ടോ വെച്ചിട്ടുണ്ട്. വല്യമ്മയുടെ എന്തെല്ലോ വർത്താനം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ.
മാങ്ങാപ്പച്ചടിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടെങ്കിൽ മാങ്ങാപ്പച്ചടി ശരിക്കും എനിക്ക് തോന്നുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലയിലായിരിക്കാം ഈ മാങ്ങാപ്പച്ചടി കൂടുതലായിട്ടുണ്ടാകുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നതാണ് ഞാൻ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് കേട്ടോ. പക്ഷേ നമ്മൾ ഇങ്ങോട്ടെല്ലാം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കൽ കുറവ് തന്നെ. കൂടുതലായിട്ടും ഉണ്ടാക്കൽ ഈ ഒരു മാങ്ങാപ്പച്ചടിയാണ്. നമ്മൾ ഈ പഴുത്ത മാങ്ങാപ്പച്ചടി ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്, എളുപ്പത്തിലെ പരിപാടിയാണ് കേട്ടോ. മാത്രമല്ല അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. നല്ല പഴുത്ത മാങ്ങയായി കഴിഞ്ഞാൽ നല്ല രുചിയാട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഈ ഒരു മാങ്ങയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ 3 മാവിൻ്റെ മാങ്ങ എങ്ങാണ്ട് ഇതുണ്ട് എന്നാട്ടോ വല്യമ്മ പറയുന്നത്. അതുകൊണ്ട് 3 മാങ്ങയും 3 ടൈപ്പാണ്. ചിലതിന് കുറച്ച് പുളിയുണ്ട്, ചിലതിന് മധുരം കുറവ്, അങ്ങനെയെല്ലാം ആണുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതിനെ ഒരേ മാവിൻ്റെ മാങ്ങേനെ എടുത്തിട്ടുണ്ടായിട്ടാ, അല്ല മിക്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ വേഗം തന്നെ മാങ്ങയുടെ തൊലിയും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് തൊലിയെല്ലാം കൂടിയിട്ട് ആ പാളിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. മാങ്ങയാണെങ്കിൽ വല്യമ്മയുടെ അടുത്ത് ഇഷ്ടം പോലെ കലമുണ്ട്. അതിലത്തെ അല്ല ഒരു ചട്ടിയും കലമെല്ലാം ഉണ്ട്. അപ്പോൾ ആ ചട്ടിയിലേക്ക് തന്നെ ഇട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാങ്ങയുടെ തൊലി എന്ന് വെച്ചാൽ മുമ്പെല്ലാം വെച്ചാൽ മാങ്ങാപ്പച്ചടി ഉണ്ടാക്കുന്ന സമയത്ത് 2-3 മാങ്ങയെല്ലാം കിട്ടുമ്പോൾ നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ ഈ തൊലിക്ക് വേണ്ടിയിട്ട് കടിപിടിയാണ് കേട്ടോ. മാങ്ങ പച്ചടി ആയിരിക്കും വലിയ ഇഷ്ടമല്ല, പക്ഷേ ഇത് മാമ്പഴത്തിന് മാങ്ങയുടെ തൊലി ഉണ്ടല്ലോ അത് ഭയങ്കര ടേസ്റ്റാണ് തിന്നാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ മുമ്പ് ഈ മാങ്ങ പച്ചടി വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷേ ഇപ്പോൾ ആയിട്ടില്ലേ ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടാക്കാനും എളുപ്പമാണ്, തിന്നാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഞാനും വല്യമ്മ ഈ അടുക്കള വശത്ത് ഈ വല്യമ്മയുടെ കൈപ്പൊക്കെ മുറിച്ചോണ്ട് ഞാൻ ഈ മാങ്ങയുടെ കാര്യങ്ങളെ സെറ്റാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. കിങ്ങിണിയും കുഞ്ഞാറ്റിയും പാറും അപ്പുറം ഭയങ്കരപ്പെട്ട കളിയാണ്. വെക്കേഷനല്ലേ, അവർക്ക് കളിക്കാൻ കിട്ടിയൊരു അവസരമല്ല, അവരത് മുതലാക്കുന്നുണ്ട് കേട്ടോ കാര്യമായിട്ട്. അതുകൊണ്ട് അവിടെ പോയിട്ട് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടാ. മാമനാണെങ്കിൽ അങ്ങോട്ടെവിടെയോ പോയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോഴത്തേക്ക് മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞു. തൊലിയെല്ലാം നല്ല വൃത്തിയിൽ കളഞ്ഞിട്ട് ഈ മാങ്ങേനെ ഓരോന്നായിട്ട് മാങ്ങ രണ്ടിൽ നിന്ന് ഇതുപോലെ പിഴിയണം. നല്ലോണം പിഴിഞ്ഞിട്ട് അതിൻ്റെ ചാറെടുക്കണം കേട്ടോ. ചാറെടുത്തിട്ട് ഈ മാങ്ങയുടെ അണ്ടി ഉണ്ടല്ലോ അത് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കതാണ് മാറ്റി വെക്കാം. ഈ മാങ്ങാ പച്ചടിയുടെ കാര്യങ്ങളെ സെറ്റാക്കി മാങ്ങയെല്ലാം മാറ്റി വെക്കുമ്പോഴത്തേക്ക് മാമൻ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പാര മീനാണ്, കടുവ പാര എന്നെല്ലാം പറയും നമ്മൾ ഇങ്ങോട്ട്. തൊലി വലിക്കേണ്ട മീനാണ് കേട്ടോ. അപ്പോൾ അതിനെ മുറിക്കാൻ കുറച്ച് പണിയാണ്, അതിൻ്റെ മുള്ള് കയ്യിൽ കൊള്ളും. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് മുറിച്ചെടുക്കാമെന്ന് വെച്ചു. പിന്നെ കുഴപ്പമില്ല, മീൻ മുറിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, കത്രിക ഉണ്ടല്ലോ വേഗം തന്നെ ആവും. അപ്പോൾ ഞാനിവിടെ മീൻ മുറിക്കുന്ന സമയത്ത് വല്യമ്മയുടെ കാര്യങ്ങളെല്ലാം അവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിട്ടാ. ആ മീൻ മുറിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കിങ്ങിണി കുഞ്ഞാറ്റിയും വന്നിട്ട് പറഞ്ഞു നമ്മൾ വെടി മണിക്കാൻ പോകുന്നു, അതായത് പടക്കം മണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു മാമൻ്റെ ഒന്നിച്ചിട്ട് പാറുകൊണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 4 ആളും കൂടിയിട്ട് പടക്കം മണിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാ. വിഷു ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ വിഷു ആയില്ലേ, അപ്പോൾ പിന്നെ വെടി പൊട്ടിക്കണ്ടേ, അങ്ങനെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയത്. അതിൻ്റെ അടുത്ത് ഞാൻ ഈ മീൻ മുറിക്കുന്നതിൻ്റെ അടുക്കല്ലേ ഇവിടെ ഒരു വടിയും കൊണ്ട് നിൽക്കണം. എപ്പം മീൻ മുറിക്കുന്നുണ്ട് കോലോ വടിയോ എന്തെങ്കിലും ഒരു സാധനം ഇവിടെ കൈമ വേണം. അല്ലെങ്കിൽ ഈ 2 ആൾക്കാരില്ലേ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട്. ഇവരുടെ അടുക്കത് മീൻ മുറിക്കാന്നെല്ലാം പറഞ്ഞത് വല്ലാത്തൊരു ടാസ്ക്കാണ്. അതിന് 2-3-4 കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ മീനെല്ലാം മുറിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് വരുമ്പോഴത്തേക്ക് വല്യമ്മ അതാ കുഴക്കിയും ചക്കക്കുരും കാര്യങ്ങളെല്ലാം അടുപ്പത്ത് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. തീയെല്ലാം കത്തിച്ചിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് ഇതാ മീൻ എല്ലാം മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ, വേഗം അതിനെ കുറച്ച് മസാലയും കാര്യങ്ങളെല്ലാം തേച്ച് പിടിപ്പിച്ച് വെച്ചു കേട്ടോ. സത്യം പറഞ്ഞ ഇന്നത്തെ ഒരു വീഡിയോയിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. എല്ലാം കൂടി വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അങ്ങനെ വല്യമ്മേരെ കറി അവിടെ വാങ്ങി വെച്ചു കൂട്ടാ. ഞാൻ പറഞ്ഞില്ലേ കൈപ്പക്കയും ചക്കക്കുരും കൂട്ടിയിട്ട് ഉപ്പേരി അല്ലെങ്കിൽ വറവ് ഉരുക്കിയതാക്കിയത് അത് വാങ്ങിയിട്ട് വല്യമ്മ അതിൻ്റെ വറവും കൂടി സെറ്റാക്കി എടുത്തിട്ടുണ്ടായിനി. അത് നേരത്തെ വല്യമ്മ വാങ്ങിയ ശേഷം ആട്ടോ കറിയും കൂടി സെറ്റാക്കി എന്നിട്ട് അതേ അടുപ്പിൽ 2-3 ഉണക്ക് പറങ്കി എടുത്ത് നല്ലോണം ചുട്ടെടുത്തിട്ടുണ്ട്. അതും വെച്ച് നമുക്കൊരാവശ്യമുണ്ട്. ഈ ഒരു തരിയ കണ്ടോ, തരിയ മീൻസ് വാങ്ങി വെക്കുന്ന വട്ടത്തിലെ സാധനം, അത് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അതെന്തോ ഒരു ടൈപ്പ് സാധനം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ വട്ടത്തിലുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് കുറച്ച് തേങ്ങയും ചെരിയും എടുത്തിട്ടുണ്ട്. തേങ്ങ എന്തിനാ വെച്ചാൽ നമ്മളെ മാങ്ങ പച്ചടിക്ക് വേണ്ടിയുള്ള തേങ്ങയാണ് കേട്ടോ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഉണക്ക് പറങ്കി വല്യമ്മ ചുട്ട് തന്നിട്ടുണ്ട് മാങ്ങ പച്ചടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ മാങ്ങ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാങ്ങയും കാര്യങ്ങളും നമ്മൾ കുറച്ച് നേരത്തെ സെറ്റാക്കി വെച്ചല്ലോ ഉപ്പ് ഇട്ടിട്ട്. അപ്പം നമുക്ക് ഇനി അതിൻ്റെ അരപ്പാണ് കേട്ടോ നമ്മൾ സെറ്റാക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് നമ്മളെ പച്ചത്തേങ്ങ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ഈ ഉണക്ക് പറങ്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം അരക്കുക. ഇതൊന്ന് നല്ല പാങ്ങിൽ അരിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടു കൂട്ടിയിട്ട് ഒന്ന് അരക്കുക. കടു ലാസ്റ്റാണ് കേട്ടോ ഇട്ടിട്ട് അരക്കേണ്ടത്. അത് നല്ല ടേസ്റ്റാണ്. കടു അരക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റും കാര്യങ്ങളിലും ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമ്മളെ ഈ മാങ്ങാണ്ടിയിലെ ആ സംഭവങ്ങളുണ്ടല്ലോ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേ അതിലേക്ക് ഈ അരപ്പ് ഒഴിച്ചിട്ട് നല്ലോണം ആവശ്യത്തിനുള്ള വെള്ളവും കാര്യങ്ങളും കൂട്ടി ഉപ്പും കാര്യങ്ങളും നോക്കി ഇളക്കി യോജിപ്പിച്ച് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ലേശം പഞ്ചസാരയോ അല്ലെങ്കിൽ എന്താ പറയുക ശർക്കര ബെല്ലും ഉണ്ടല്ലോ
അതോ ഇട്ട് കൊടുക്കുക. അത് മാങ്ങക്ക് മധുരം ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതെല്ലാം ഇട്ട് സെറ്റാക്കിയിട്ട് അവിടെ പുറത്ത് കൊണ്ടുവച്ചു. അപ്പോൾ വലിയമ്മ പറഞ്ഞു കറിക്ക് വറുക്കുന്ന ഞാൻ വറുത്തോളാം എന്ന് പറഞ്ഞു, നമ്മളെ മാങ്ങ പച്ചടിക്ക്. അപ്പോൾ അതാ വലിയമ്മേരെ ബാരുള്ളി ഉണ്ടോ, ഈ നീളത്തിൽ പകുതി സ്വർണ്ണ കളർ പാത്രം നമ്മൾ പറയലിട്ടാ ബാരുള്ളി എന്ന് പറയും ഇതുപോലെ വറുക്കുന്ന സാധനത്തിന്. അതിലേക്ക് കടുകും വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണയിലേക്ക് കടുകും കരിയാമ്പും ഉണക്ക് പറഞ്ഞ് മേടിച്ച് നല്ലോണം ഒന്ന് വറുത്ത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മൾ അടിപൊളി ടേസ്റ്റിലെ മാങ്ങ പച്ചടി റെഡി ആയിട്ട്. സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ, ചോറിൻ്റെ കൂടെല്ലാം തിന്നാൻ വേണ്ടി. ഞാൻ അതിൻ്റെ അടുത്ത് ഇതാ മീനും കൂടി പൊരിക്കാനിട്ടുണ്ട്, നമ്മളെ പാരമീൻ. അങ്ങനെ നമ്മളെ ചോറും കറികളും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും സമയം ഏകദേശം 1 മണി 1:30 ഉള്ളിലായിട്ടുണ്ട്. പിന്നെ നമ്മളെ പരിപാടി എന്താ, ചോറ് വയ്ക്കണം. കറികളെല്ലാം റെഡി ആയാലും. അപ്പോൾ അതാ ചോറ്, പിന്നെ വെണ്ടക്ക ഉപ്പേരി, വെണ്ടക്ക നീരുള്ളിയെല്ലാം കൂട്ടി ഉപ്പേരി ഉണ്ടാക്കിയത് അമ്മായി രാവിലെ ആക്കി വെച്ചിട്ട് പോയതാണ് കേട്ടോ. കൈപ്പക്കയും ചക്കക്കുരു ഉപ്പേരി, മീൻ പൊരിച്ചത്, അതിൽ കുറച്ച് നീരുള്ളിയെല്ലാം മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ മാങ്ങ പച്ചടി ഉണ്ട്. പിന്നില്ലേ ആ പാത്രത്തിൽ പൊത്തി വെച്ചിട്ടുള്ളത് നമ്മളെ പയറുകറിയും കൂടിയാണ്. രാവിലെ അല്ല എന്നല്ലേ ഇപ്പോൾ അങ്ങനെ എന്തോ വെച്ച പയറുകറിയാണ്. അങ്ങനെ ആദ്യം തന്നെ കിങ്ങിണിക്കും കുഞ്ഞാറ്റക്കും പാറുവിനും ഭക്ഷണം കൊടുത്തു, മാമനും കൊടുത്തു. മാമനും കഴിച്ചെണിച്ചിട്ടാകുമ്പോൾ ഞാനും വലിയമ്മയും കൂടി ചോറ് കഴിക്കാൻ വേണ്ടിയിരുന്നു. സത്യം പറഞ്ഞാൽ കുറേ കറിയായി പോയി കേട്ടോ. എല്ലാം കൂടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അതല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ തന്നെ എപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്നതും വേറൊരാൾ നമ്മൾ വെച്ചിട്ട് തന്നിട്ട് തിന്നുന്നതും തമ്മിൽ വ്യത്യാസം, അത് വേറെ തന്നെ ഒരു വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് ആ കറികൾക്കെല്ലാം ഒരു ടേസ്റ്റ് കൂടുതലുള്ള പോലെ തോന്നില്ലേ അല്ലേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷമായിട്ട് നമുക്ക് ഇതുപോലെ വീണ്ടും ഒരു ലോങ് വീഡിയോ ചെയ്യാം അടുത്ത ദിവസം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.